പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി.ജെ.പി എം പി നിഷികാന്ത് ദുബെയാണ് രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ ചൈനീസ് സൈന്യമുണ്ടെന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് ബി.ജെ.പിയുടെ ഈ കടുത്ത നടപടി. രാഹുൽ വസ്തുതകളെ വളച്ചൊടിച്ചെന്നും പാർലമെന്റിൽ നടത്തിയ പരാമർശങ്ങളിലൂടെ ഇന്ത്യയുടെ യശസ് നശിപ്പിച്ചുവെന്നും നിഷികാന്ത് ദുബെ ആരോപിക്കുന്നുണ്ട്. സഭയിൽ തന്റെ പ്രസ്താവനകൾ ആധികാരികമാക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും അതിൽ പരാജയപ്പെട്ടതായും അദ്ദേഹം സ്പീക്കറെ ഓർമ്മിപ്പിച്ചു. ഈ വിദ്വാൻ നമ്മുടെ രാജ്യത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ പാർലമെന്റിന്റെ ഫോറം ഉപയോഗിച്ചതിനു ശേഷം പറഞ്ഞ വിഡ്ഢിത്തം ആധികാരികമാക്കുകയോ ക്ഷമാപണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ദുബെ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ പരിഹസിക്കാനും റിപ്പബ്ലിക്കിന്റെ യശസ് താഴ്ത്താനും ചരിത്രപരവും അടിസ്ഥാനപരവുമായ വസ്തുതകളെ ലജ്ജയില്ലാതെ വളച്ചൊടിച്ചെന്ന് ദുബെ കുറ്റപ്പെടുത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ചൈനീസ് സൈന്യം ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തുകയാണെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ ഭരണപക്ഷം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുൽ നുണ പറയുകയാണെന്ന് ആരോപിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ഇന്നലെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിസാര പ്രവൃത്തിയും ഭാഷയും ആവർത്തിച്ചുപയോഗിക്കരുതെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പാർലമെന്ററി നിലവാരത്തെ തുരങ്കം വയ്ക്കുന്നുവെന്ന് ഇതിനെതിരെ ഭരണപക്ഷം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മറുപടി പറയവേ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചുവെന്നും ഉൽപാദന മേഖല ഇന്ത്യ ചൈനയ്ക്ക് കൈമാറിയെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഒരു ഭൂമിയും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്ന സർക്കാരിന്റെ അവകാശവാദം കള്ളമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുന്നതിനായി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഒന്നിലധികം തവണ യുഎസിലേക്ക് അയച്ചതായും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ജയശങ്കർ ഇക്കാര്യം നിഷേധിച്ചു. രാഹുൽ ബോധപൂർവം കള്ളം പറഞ്ഞുവെന്ന് ജയശങ്കർ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നതാണ് ഇക്കാര്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്.